ദുരൂഹതയുള്ള സിനിമ, അതിനെപ്പറ്റി ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഒരു കഥാപാത്രം വരുന്നുണ്ട്, അതാരാന്ന് പറയുന്നില്ല. ഇൻട്രോവൽസിൽ ഒരു കഥാപാത്രം വരുന്നുണ്ട്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ദുരൂഹത തന്നെയുള്ള സിനിമയാണ് കേട്ടോ. നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പഴയ പടം പോലെയൊന്നുമില്ല, ഭയങ്കര ദുരൂഹതയാണ്. ഒരു കഥാപാത്രം വരുന്നുണ്ട്, അത് ത്രില്ലിങ് തന്നെയാണ്. നമുക്ക് അങ്ങനെ തോന്നുന്നു, ഭയങ്കരമായിട്ട് ത്രില്ലിങ് ആയിട്ടാണ് പോകുന്നത്. ഒരു കഥാപാത്രം വരുന്നത്, അത് പറയില്ല, അത് കിടിൽ അടിപൊളി. ഇന്റർവൽ ബ്ലോക്ക് നിർത്തിയേക്കണത് സെറ്റപ്പായിട്ടാ. നമ്മൾ വിചാരിക്കണ പോലെയല്ല. ഇപ്പൊ ദൃശ്യം 1ഉം 2ഉം പോലെ തന്നെയാണ്. ഇന്റർവൽ ബ്ലോക്ക് അടുത്തൊരു ആകാംക്ഷയാണല്ലോ അടുത്ത് കാണാനായിട്ട്. അങ്ങനെയല്ല, ഫുള്ള് ത്രില്ലിംഗ് അല്ല. തുടക്കത്തിൽ സ്ലോയില് തന്നെ പോണ, പയ്യെ കഥ പറഞ്ഞ് നമ്മുടെ കുടുംബങ്ങളുടെ കീപ്പ് ചെയ്യണ്ട്. ഇന്റർവെൽ വരെ കിടുക്കൻ. ഇന്റർവെൽ നിർത്തി വെച്ചാണ് ബ്ലോക്ക് വരെ അടിപൊളിയാണ്. അതിനകത്ത് നമ്മളറിയാത്ത 2-3 കഥാപാത്രങ്ങളുണ്ട്. സെറ്റപ്പായിട്ടുണ്ട്. ലാലേട്ടനൊന്നും പറയാനില്ല, സെറ്റപ്പായിട്ടുണ്ട്. ഇന്റർവെൽ വരെ ഒന്നും നോക്കാനില്ല, ഹിറ്റാവും. കൊള്ളാം, മേക്കിംഗ് കുഴപ്പമൊന്നുമില്ല. ഇന്റർവ്യൂ അടിപൊളി. ഇന്റർവെല്ലിൽ തൊട്ടും ഒരു തീ സാധനമുണ്ട്, അടിപൊളി. കോമഡി ഉണ്ട്, ഉള്ളത് വർക്കാണ്. ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്. ജോർജ് കുട്ടി അടിപൊളിയായിട്ടാണ് ദൃശ്യം 1ലും 2ലും കണ്ട അതേ ഷാർപ്പ് മൈൻഡഡ് ആയിട്ടുള്ള ക്രൂക്കഡ് ആയിട്ടുള്ള ജോർജ് കുട്ടി തന്നെ. ഇന്റർവെല്ലിൽ നിർത്തിയിരിക്കുന്നത് തിരിച്ചു ചെല്ലാൻ നമ്മളെ ഭയങ്കരമായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം വെച്ചിട്ടാണ്. ഉണ്ട്, എന്താവും എന്നറിയാൻ. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. നല്ല നൈസാണ്, അടിപൊളി. ഇന്റർവൽ ബ്ലോക്ക് അടിപൊളി സാധനം. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ വരേണ്ടത് അതിൻ്റെ അത് പട്ടം കത്തും. നമ്മൾ പടം ഒരു സ്ലോ പേസിൽ പോകാന്ന് വിചാരിക്കും, ആദ്യം കുറച്ച് ലാഗ് അങ്ങനെ തോന്നും. പക്ഷെ ഇന്റർവെല്ലാകുമ്പോൾ ഒരാൾ വരുന്നുണ്ട്, അതിൻ്റെ അത് തിയേറ്റർ കുലിയും. ഞാൻ പറയാനില്ല. ഇനി സെക്കൻഡ് ഹാഫിലാണ് എല്ലാം ഇരിക്കണം. ജോർജ് തൂക്കും, ഇതുവരെ കണ്ടതിൽ തൂക്കൂന്നാ പറയാനോ. എന്തായാലും പിന്നല്ല, ജോർജ് കുട്ടി എല്ലാ സിനിമയും പോലെ മറ്റേതിനേക്കാളും നല്ല സൂപ്പറായിട്ട് അഭിനയ സാധ്യതകൾ നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട്. ഇനി പ്രതീക്ഷ മുഴുവൻ കുഴപ്പമില്ല, നല്ലപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് 1ഉം 2വിനേക്കാളും എനിക്ക് ഇച്ചിരി കൂടെ ഒരു മെച്ചം, ദുരൂഹത കൂടുതൽ തോന്നിക്കുന്ന, ത്രില്ലർ കൂടുതൽ തോന്നിച്ച ഇതാണ്. മറ്റേ നമുക്കൊരു അവസാനമൊക്കെ ആണല്ലോ ഒരു ത്രില്ലർ. ഇതങ്ങനെയല്ല, ഇത് ആദ്യം തന്നെ നമുക്കൊരു ത്രില്ലർ മൂഡിലാണ് പടം പോകുന്നത്. നന്നായിട്ടുണ്ട്. ഈ വർഷത്തെ മോഹൻലാൽ തൂക്കും, വേറെ ഒന്നും ഇല്ല, ഇതിൻ്റെ മുകളിലൊന്നും വരാനില്ല. മോഹൻലാൽ തന്നെ ചെറിയ ബഡ്ജറ്റിൽ, മറ്റേതൊക്കെ വലിയ ബഡ്ജറ്റൊക്കെയാണല്ലോ കാണുന്നത്. ഇതൊരു ചെറിയ ബഡ്ജറ്റിൽ പടം ഈ വർഷം തൂക്കും. 500 കോടി അടിച്ചില്ലെങ്കിൽ ഇങ്ങനെ പോലെ 250 കോടി പോകാൻ സാധ്യത. അതുപോലെ വേൾഡ് വൈഡ് റിലീസ്. ഇന്ന് ഞാൻ അതിൻ്റെ ലിസ്റ്റൊക്കെ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, കാണാത്ത രാജ്യങ്ങളൊക്കെയാണ് കണ്ടേക്കുന്ന റിലീസ്. പടം തൂക്കി തന്നില്ല, ഒരു ഇതുമില്ല. നല്ല ത്രില്ലർ, അടിപൊളി.